ഹലോ മലയാളി മക്കളെ. അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ ഡേ 1 ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ജാക്ലിന് ഒടുക്കത്തെ പരാതിയാണ്. അതായത് പിങ്കും ബ്ലൂ ആയിട്ടുള്ള ആ ബെഡ് ഷെയർ ചെയ്തതിനും പിന്നെ അതേപോലെ തന്നെ അവർ എടുത്തൊരു തീരുമാനമല്ലേ, അതേപോലെ തന്നെ നോമിനേഷനിലെ അതിൻ്റെ ഒരു തീരുമാനം ജാക്ലിൻ അങ്ങോട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ലായിരുന്നു. അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം 8:30 ആയപ്പോൾ പാട്ടൊക്കെ വന്ന് എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ ഒരു എവിക്ഷൻ ഉണ്ടാവും. അതാരാണ് പോകുന്നത്, ആർക്കാണ് നിൽക്കാൻ താല്പര്യം എന്ന് അവർ തന്നെ ഒരു ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു സാജന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായി, വേണമെങ്കിൽ ഞാൻ പോകാം, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്കെല്ലാം നിൽക്കണം എന്നല്ലേ താല്പര്യം, ഞാൻ വേണമെങ്കിൽ പോകാം എന്നൊക്കെ പറയുന്നു. പക്ഷേ എല്ലാവരും അതിനെ എതിർക്കുന്നുമുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ഒരെണ്ണം പറയുന്നുണ്ട്, അതായത് കിച്ചനും ആണുങ്ങളുടെ ആ സൈഡിലല്ലേ, അപ്പം അതിനൊരു റൂൾസൊക്കെ വെക്കാൻ പറയുന്നുണ്ട്. അപ്പം ബോയ്സ് വന്നിട്ട് റൂൾസ് വെക്കുന്നത്, രാവിലത്തെ ഫുഡ് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ആൾക്കാർ വന്നിട്ട് കുക്ക് ചെയ്യണം, അതേപോലെ ഉച്ചത്തെ ഫുഡ് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യണം, അതേപോലെ വൈകിട്ടത്തെ ഫുഡ് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ആൾക്കാർ തന്നെ വന്ന് ജോലിയൊക്കെ ചെയ്യുകയും വേണം. ഞങ്ങളുടെ ഒരു അനുവാദമില്ലാതെ അതിനകത്ത് കയറുകയോ ഇറങ്ങുവാനോ പറ്റത്തില്ല, അത് ബ്രേക്ക് ചെയ്താൽ പണിഷ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗേൾസും പറയുന്നുണ്ട്, കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് അല്ലാതെ വിളിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ തന്നെ നമ്മൾ ആ നോമിനേഷൻ എന്നുള്ള ആ റൂള് ബ്രേക്ക് ചെയ്ത് കളയണം. അതേപോലെ തന്നെ ഞങ്ങൾ ലിവിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ വെളിയിൽ പോകാനോ ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കാനോ ഒന്നും പറ്റത്തില്ല, പിന്നെ പണിഷ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതെല്ലാം കൂടെ ഞാൻ ആലോചിച്ചിട്ട് തീരുമാനമാക്കി ഒരു ബുക്കിൽ എഴുതി നിങ്ങൾക്ക് അതിനുള്ള റൂൾസ് ബുക്ക് തരാം എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ആ സ്പോട്ട് നോമിനേഷൻ, അതായത് 24 മണിക്കൂറിനുള്ള ആ നോമിനേഷനെ കാണിക്കുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് സാജനയാണ് പറയുന്നത്. അതിന് പറയുന്ന മെയിൻ റീസൺ രാവിലെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. പക്ഷേ ആ കുട്ടി വിചാരിച്ചില്ല എല്ലാവരും പറയുന്നത്. അപ്പോൾ തന്നെ ബിഗ് ബോസ് എവിക്റ്റഡ് അന്ന് സാജനയോട് പറഞ്ഞിട്ടുണ്ട്, മെയിൻ ഡോർ വഴി പോകാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ സേതുപതി സാർ തന്നിട്ടുണ്ടായിരുന്ന ഒരു ട്രോഫിയിൽ, ആ ട്രോഫി അവിടെ ഒരു നീലക്കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു ഗാർഡൻ ഏരിയയിൽ, അവിടെ എറിഞ്ഞ് പൊടിച്ചിട്ട് പോകണം പോകാൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചെയ്തിട്ട് സാജന കുറേയധികം ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം മെയിൻ ഡോർ വഴി പോവുകയാണ്. നമ്മുടെ ആർണവും ഫാറ്റ്മാനും ജാക്ലൈനും മുത്തുകുമാറും ഒക്കെ സാജനയുടെ എവിക്ഷനെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. കുട്ടി അങ്ങനെ പറഞ്ഞ കാരണമല്ലേ നമ്മൾ നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വന്നിട്ടൊരു ടാസ്ക് ആയിരുന്നു തലവന തലവിയ എന്നൊരു ടാസ്ക്. അതായത് 8 ചെയർ ഗാർഡൻ ഏരിയ വെച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് 8 ചെയർ വെക്കുന്നുണ്ട്. ബസ് അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ചെയർ കിട്ടാത്തവർ ഔട്ടായി പോവും. പക്ഷേ അവർക്ക് വന്നിട്ട് ബാക്കിയുള്ളവർ ഒരു ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഏറ്റവും അവസാനം വന്നിട്ട് ഗേൾസാണ് വിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ദർശികയാണ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് വന്നിട്ട് വീക്ക് നോമിനേഷൻ വന്നിട്ടുണ്ട്, 2 പേരെ നോമിനേറ്റ് ചെയ്യാമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാക്ലിനും ഫാറ്റ്മാനും അരുണും മുത്തുകുമാറും സൗന്ദര്യയും രഞ്ജിത്തുമാണ് നോമിനേഷൻ ആയിരിക്കുന്നത്. അവരാണ് ഈ പ്രാവശ്യം എവിക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഒന്നും കൂടെ റീക്യാപ്പ് പോലെ ആദ്യം തൊട്ട് ഡേയുടെ ഫുള്ളും കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തൊട്ട് തുടങ്ങുന്ന ആ ജാക്ലിൻ്റെ തൊട്ടുള്ള എപ്പിസോഡ് ഫുള്ളും കാണിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാജന എന്ന് പറയുന്ന കുട്ടി പോവേണ്ട ആൾ അല്ലായിരുന്നു, നിൽക്കണം എന്നായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പോയി എന്നെനിക്കറിയില്ല. നമ്മുടെ മലയാളത്തിലൊന്നും ഇങ്ങനെ 24 മണിക്കൂറിൽ എവിക്ഷൻ ഉണ്ടോ? ഇതുവരെ ഞാൻ സീസണിൽ കണ്ടിട്ടില്ല. എനിവേ ഇതൊരു പുതിയതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മലയാളത്തിലും അടുത്ത പ്രാവശ്യം സീസൺ 7 വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.